ലാൽ സലാം മലയാളത്തിൻ്റെ ആദ്യ പാൻ-ഇന്ത്യൻ ചിത്രം പാക്കപ്പ് ആയിരിക്കുന്നു. മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന ചിത്രമാണ്. അതിനു മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മോഹൻലാൽ തൻ്റെ ട്വിറ്ററിനകത്തിലൂടെ തന്നെ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. ഇന്ന് സിനിമയുടെ പാക്കപ്പ് നടന്നിരിക്കുന്നു. 14 മാസത്തെ നീണ്ട ഒരു യാത്ര, 8ഓളം സംസ്ഥാനങ്ങൾ, 4 രാജ്യങ്ങൾ, UK, USA, UAE തുടങ്ങിയ രാജ്യങ്ങൾ. USA-യിൽ തന്നെ 6 സ്റ്റേറ്റിൽ സിനിമ ചിത്രീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇതിനകത്തിൽ ഏറ്റവും വലിയ കാര്യം എടുത്ത് മോഹൻലാൽ പറയുന്നത് പൃഥ്വിരാജ് സുകുമാരൻ്റെ ബ്രില്യൻ ഡയറക്ഷനെ കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി എലിവേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ഫ്രെയിംസും ഈ ഒരു സിനിമയുടെ പ്രത്യേകതയായിരിക്കും, ഒരു മാജിക്കൽ ഫ്രെയിം ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ താങ്ക് യു ആണ് നൽകിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല, മുരളി ഗോപിക്കും. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് എഫിഷ്യൻസി ഈ ഒരു സിനിമയിലൂടെ നമുക്കറിയാം. ആദ്യ ഭാഗമായ ലൂസിഫറിൽ എന്താണ് കണ്ടത്, അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രം. ഒരു പക്ഷേ 300-500 കോടി ഈ ഒരു സിനിമ പോസിറ്റീവ് അടിച്ചാൽ നേടിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്താണെങ്കിലും ഏത് ലെവലിൽ പോയാലും സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് 100 കോടിക്ക് മുകളിലെത്തുന്ന ഒരു ചിത്രമായി മാറും. അത്രത്തോളം ബ്രില്യൻ ആയിട്ടുള്ള ഒരു മാർക്കറ്റിങ്ങും അതേപോലെയുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വർക്കുമാണ് ഈ ഒരു സിനിമ എത്തിച്ചിരിക്കുന്നത്. ഇന്ന് മലയാളത്തിൽ നിന്ന് ഒരു പാൻ ഇന്ത്യൻ ചിത്രം ഇറങ്ങുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അത്രത്തോളം രീതിയിലാണ് ഈ ഒരു സിനിമ എത്തിയിരിക്കുന്നത്. മോഹൻലാലിൻ്റെ നായികയായി എത്തിയിരിക്കുന്നതും അതേപോലെ തന്നെ വിദേശ താരങ്ങളാണ് ഇതിനകത്തിൽ അണിനിരന്നിരിക്കുന്നതും. മോഹൻലാലിൻ്റെ നായികയായി എത്തിയിരിക്കുന്ന പോളണ്ട് നായിക കരോലിൻ ആണ് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് വന്നിരിക്കുന്ന പോസ്റ്ററിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്നാണ് അങ്ങനെ ഒരു കാര്യം വരുന്നത്. വലിയ താരനിരയോടുകൂടി, അതായത് ഇന്ത്യയിലെ മാത്രമല്ല വിദേശ താരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു സിനിമ മലയാള സിനിമയുടെ മുഖമുദ്ര മാറ്റുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്താണേലും മോഹൻലാലിൻ്റെയും മലയാള സിനിമയുടെയും ഒക്കെ ചരിത്രത്തിലെ അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു എപ്പിക്കായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ്. ഒരു അമേസിങ് ഓഡിയൻസിൻ്റെ സപ്പോർട്ടും ലവും എല്ലാം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ അഭ്രപാളികളിലേക്ക് എത്തുന്നത്. മാർച്ച് 25-ന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ നൽകിയിരിക്കുന്നത് മികച്ച ഒരു സ്വീകരണം തന്നെയാണ്. ഇന്ന് ഓരോ ദിവസങ്ങളിലും ഇതിൻ്റെ ഓരോ അപ്ഡേറ്റുകൾ പോസ്റ്ററുകളിലൂടെ വരുമ്പോൾ എല്ലാത്തിനും മികച്ച ക്വാളിറ്റി കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി എന്ന് തന്നെയാണ് അതിനെ വിലയിരുത്തേണ്ടത്. ഏത് പോസ്റ്റർ എടുത്ത് നോക്കിയാലും മികവ് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. സാധാരണ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരുപാട് സമ്പന്നമായ ഈ ഒരു ചിത്രം തീർച്ചയായും ഒരു പക്ഷേ മലയാളത്തിലെ ഏറ്റവും വലിയ റെക്കോർഡുകൾ എല്ലാം തന്നെ തകർക്കും. ഒരു പക്ഷേ ആദ്യ ദിനം തന്നെ 100 കോടി കവർ ചെയ്യാനും ഉണ്ടാകും എന്നുള്ളതാണ്. മലയാളത്തിലെ വമ്പൻ നായകന്മാർ തന്നെയാണ് ഇതിനകത്തിൽ അണിനിരക്കുന്നത്. ലാലേട്ടനൊപ്പം തോളോട് തോള് ചേരുന്നത് ഇന്ദ്രജിത്തും പൃഥ്വിരാജും അതുപോലെ ടോവിനോയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ സൂപ്പർ നായിക മഞ്ജു വാര്യർ ഇതിനകത്തിൽ പ്രധാന വേഷം ചെയ്യുമ്പോൾ ലാലേട്ടൻ്റെ നായികയായിട്ട് കരോലിൻ എത്തുന്നു. എന്തായാലും കാത്തിരിക്കാം. ഇന്ന് സിനിമയുടെ പാക്കപ്പും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ്. ഇനി ഓരോ ദിവസങ്ങളിലും സിനിമയുടെ ഗംഭീര അപ്ഡേറ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കമൻസിലൂടെ രേഖപ്പെടുത്താം. ലാൽ സലാം.